കെ.ടി. ജലീൽ അസംബ്ലിയിൽ കൈപൊക്കി പറഞ്ഞു, നോക്കൂ ചാണ്ടി ഉമ്മൻ, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാ, നിങ്ങളുടെ പക്ഷക്കാര് തന്നെയാണ് നിങ്ങളെ ആക്രമിച്ചത്. ഇപ്പൊ ശ്രീ കെ.ടി. ജലീൽ, ഞാൻ MLA ആയി ആദ്യമായിട്ട് അസംബ്ലിയിലോട്ട് കയറുക. അപ്പൊ അന്ന് നമ്മുടെ ഷാഫിക്കൊക്കെ നിർബന്ധം ഇവിടെ നമ്മുടെ സോളാർ തന്നെ ചർച്ച ചെയ്യണം. ഞാനും പറഞ്ഞു ആയിക്കോട്ടെ, ചർച്ച ചെയ്തോട്ടെ. അസംബ്ലിയിൽ കയറുമ്പോൾ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി തീരുമാനിച്ചു ഈ സോളാർ ചർച്ച ആയിക്കോട്ടെ എന്ന്. സാധാരണ അടിയന്തര പ്രമേയം വരുമ്പോൾ അത് നിഷേധിക്കുക വഴിയുള്ളൂ. പക്ഷെ അപ്പൊ തന്നെ ചർച്ച ആയിക്കോട്ടെ എന്നും പറഞ്ഞു ചർച്ച നടന്നു. കെ.ടി. ജലീൽ അസംബ്ലിയിൽ കൈപൊക്കി പറഞ്ഞു, നോക്കൂ ചാണ്ടി ഉമ്മൻ, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാ, നിങ്ങളുടെ പക്ഷക്കാര് തന്നെയാണ് നിങ്ങളെ ആക്രമിച്ചത്. ഇങ്ങനെ കള്ളം പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഇടതുപക്ഷക്കാർക്ക് എന്ത് കള്ളവും പറയാം. കള്ളം പറഞ്ഞ് കള്ളത്തെ ന്യായീകരിക്കുവാൻ ക്യാപ്സ്യൂളും വരും, ഇല്ലേ? ഇങ്ങനെ കള്ളം പറയാൻ നാണമുണ്ടോ? ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞത് കോൺഗ്രസ്സുകാരാണോ? ഉമ്മൻചാണ്ടിയെ സെക്രട്ടേറിയറ്റിൽ കയറാതെ വിട്ടത് കോൺഗ്രസ്സുകാരാണോ? ഇനി ബാക്കിയുള്ള ആരോപണങ്ങൾ ഇങ്ങനെ പറയണോ ഇല്ലയോ എന്ന് ഞാൻ പറയണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇങ്ങനെ ഓരോ കഥകൾ ഉണ്ടാക്കി ദേശാഭിമാനിയിൽ പ്രചരിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണോ? നിരന്തരമായി കള്ളത്തരമായ വാർത്തകൾ കൊടുത്തത് കോൺഗ്രസ്സുകാരാണോ? എനിക്കും ഇവിടുത്തെ MLAക്കും മറ്റൊരാൾക്കും ഭൂമി ഉണ്ടെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരാണോ? ദേശാഭിമാനി അച്ചടിച്ചത് കോൺഗ്രസ്സുകാരാണോ? ഞാനിപ്പോ ആ ഭൂമി തപ്പി നടക്കുക. ഈ പത്തനാപുരത്തെങ്കിലും ആ ഭൂമി കിട്ടുമോ എന്ന് ആർക്കെങ്കിലും കണ്ടുകിട്ടാൻ വഴിയുണ്ടോ? ബാലരാമപുരത്ത് ആ ഭൂമി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയ ഇപ്പൊ ഗുണമുണ്ട്. ഇപ്പൊ എന്താ ഗുണത്തിന് കാരണം? ഞാൻ നോക്കട്ടെ. പത്തനാപുരം വലിയ ദൂരമില്ല തിരുവനന്തപുരത്ത് നിന്ന്. എന്തായിരിക്കും ഗുണത്തിന് കാരണം? പാവപ്പെട്ടവർക്ക് എനിക്ക് എനിക്കില്ല. വിഴിഞ്ഞം അടുത്ത് കിടക്കുക. UDF സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം അടുത്ത് കിടക്കുക. ഇപ്പൊ വിഴിഞ്ഞത്തിന് വന്നുകൊണ്ട് ബാലരാമപുരത്ത് ഭൂമിക്ക് നല്ല വിലയാ. പക്ഷെ 12 വർഷമായിട്ട് ഈ ഭൂമി തപ്പി നടന്നിട്ടും എനിക്ക് ആരും ഭൂമി തന്നിട്ടില്ല. ഞാൻ അമേരിക്ക വരെ പോയി. എൻ്റെ ഇടയ്ക്ക് ഫിലഡൽഫിയയിൽ എനിക്ക് റബ്ബർ തോട്ടം ഉണ്ടെന്നാ പറഞ്ഞു. ആ റബ്ബർ തോട്ടമെങ്കിലും കിട്ടുമെന്ന് നോക്കി, അതും നടന്നില്ല. ഇത് പറഞ്ഞതൊക്കെ ഇടതുപക്ഷക്കാരല്ലേ? കല്ലെറിഞ്ഞത് ഇടതുപക്ഷമല്ലേ? പക്ഷേ അവര് പറയുന്നത് ഇതൊക്കെ ചെയ്ത UDF ആണ്. ഇങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി ഈ കഥയുടെ അടിസ്ഥാനത്തിൽ നമ്മളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ശ്രമം. ഇവിടുത്തെ നേതാവിന്റെ കാര്യം ഞാൻ പിന്നെ പറയുന്നില്ല. ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും അറിയാം എന്താ സംഭവിച്ചത്. ഞാൻ ആരെയും വ്യക്തിപരമായി ഇനി നമ്മൾ പറയുന്നില്ല. നമ്മൾ ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല.